ഹായ് ഫ്രണ്ട്സ്, ചെമ്പോപ്പാറ നാച്ചുറൽ റൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ നടക്കാൻ പോയതാണ് കേട്ടോ. നടക്കുന്നത് നല്ലതാണെന്നല്ലേ പറയുന്നത്, ആരോഗ്യത്തിന് നല്ലതല്ലേ. അതുകൊണ്ട് രാവിലെ നടക്കാൻ പോയി. ദിവസവും 1000 ചൂട് നടന്നാൽ ആയുസ് കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് രാവിലെ നടക്കുകയാണെങ്കിൽ നല്ലതാണ്. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്കെല്ലാം നടക്കുന്നത് നല്ലതാണ്. കാലുവേദന മുട്ടുവേദനയൊക്കെ പോകും. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. എൻ്റെ ആകാശം ചുമന്നു വരുന്നുണ്ടോ? സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെയാണേ. സൂര്യന് 7 രശ്മികളുണ്ടല്ലോ, അതിൻ്റെ റെഡിനാണ് ഏറ്റവും കൂടുതൽ നീളമുള്ളത്. അതാണ് ആകാശം രാവിലെയും വൈകിട്ടും ചുമക്കുന്നത്. ഉദിച്ചു വരുമ്പോഴേക്കും ആദ്യത്തെ നിറം റെഡ് കാണാം. ചെമ്മാനമായി കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. രാവിലെ സൂര്യദേവൻ ഉദിച്ചു വരുന്നതേ ഉള്ളേ. പ്രഭാതത്തിൽ അങ്ങ് അകലെയുള്ള മലനിരകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. വരച്ചു വെച്ചിരിക്കുന്നത് പോലെ തോന്നും. മലകളും ആകാശവും ഇങ്ങനെ മുട്ടി നിൽക്കുന്ന കാഴ്ച നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിനായി ഉഴുന്നുവരിയും 1 സ്പൂൺ ഉലുവയും കൂടി ഇന്നലെ വെള്ളത്തിലിട്ട് അരച്ച് കലക്കി വെച്ചതാണ്. ഇന്ന് രാവിലെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒഴിച്ച് കലക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും അരിയും ഉഴുന്നും വെള്ളത്തിലിടുമ്പോൾ ഉലുവ കൂടി ചേർത്താൽ നല്ല സ്വാദാണ്. ഷുഗർ ഉള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഇഡ്ഡലി ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിച്ച് ഉണ്ടാക്കാം. ഇഡ്ഡലിത്തട്ടിൽ എണ്ണ തൂക്കുകയൊന്നും വേണ്ട. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വെള്ളം തീയ വെക്കുമ്പോൾ തന്നെ ഇഡ്ഡലി തട്ടുകൂടിൽ വെച്ചാൽ മതി. വെള്ളം തിളച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ ഇഡ്ഡലി കോരി ഒഴിക്കാവുള്ളൂ. അപ്പോഴേക്കും ഇഡ്ഡലിത്തട്ട് നന്നായിട്ട് ചൂട് പിടിക്കും. ചൂട് പിടിച്ച ഇഡ്ഡലിത്തട്ടിലേക്ക് മാവ് കോരി ഒഴിക്കുകയാണെങ്കിൽ ഇളകിപ്പോരാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിനി എടുത്തു വെച്ച് വെന്ത് കഴിയുമ്പോൾ എടുത്തു വെച്ച് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ, ഒരുപാട് തണുക്കരുത്, ചൂടൊന്ന് കുറച്ചൊന്ന് മാറിക്കഴിയുമ്പോഴേ ഇളക്കിയെടുക്കാവുന്നതാണ്. ശകലം പോലും പിടിക്കാതെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇഡ്ഡലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി എടുത്ത് തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് ആറണ്ട, കുറച്ചൊന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാവുന്നതാണ്. കണ്ട, ശകലം പോലും തട്ടാൻ പിടിച്ചിട്ടില്ല. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇഡ്ഡലിയുടെ തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കുന്നതിന് യാതൊരു വിഷമവുമില്ല. ഇഡ്ഡലി തട്ടിലൊട്ടും പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി എല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും അടുത്ത ട്രിപ്പ് ഇഡ്ഡലി വെക്കാം. അങ്ങനെ ഇഡ്ഡലി എല്ലാം നന്നായിട്ട് വെന്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി എല്ലാം നന്നായിട്ട് വെന്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.
അപ്പോൾ അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.